ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ടൊന്നുമല്ല വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വീഡിയോ ഇട്ടായിരുന്നു, അതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് വന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് ചെയ്യണോ വേണ്ടെന്ന് കുറേ ആലോചിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പിന്നെ ആലോചിച്ചു, ഇത് എത്ര നമ്മുടെ മനസ്സിലത് കിടക്കുന്ന ഒരു ഇങ്ങനെയാണ് ഓരോരുത്തരുടെ ചിന്താഗതി. നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ആൾക്കാരുണ്ട്. നമ്മൾ ചെയ്യുന്ന വീഡിയോസിനെ അംഗീകരിച്ചില്ല, ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് അവരൊരു മനസ്സിലിരിപ്പാണ് അവരെ കമൻറ്റിൽ കൂടെ വന്നത്. അപ്പോൾ ഞാനും ജിൻസു അതിനെപ്പറ്റി സംസാരിച്ചു. പക്ഷെ ആക്ച്വലി നമ്മൾ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അത് എനിക്ക് മാത്രമല്ല, എന്നെപ്പോലെ ഇതുപോലെ ഒരു വന്ന 10,000 ആൾക്കാർ കാണും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ ഇത് ഫീൽ ആവും. അതുകൊണ്ട് ഡിലീറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാ നമ്മളൊരു നെഗറ്റീവ് എടുക്കുന്നതെന്ന് വെച്ചുകൊണ്ട് ഞാൻ തുടക്കത്തിൽ ഡിലീറ്റ് ചെയ്താണ്. അപ്പോഴാണ് പിന്നെ ചിന്തിച്ചു, ഡിലീറ്റ് ചെയ്യണ്ട, ഇങ്ങനെയുള്ളവർ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയുള്ളവർ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നുള്ളൊരു ഇതൊന്ന് പറയണമെന്ന് വെച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ കമന്റ് ഇട്ട പുള്ളി നേഴ്സാണോ എന്നൊന്നും അറിയത്തില്ല, പക്ഷെ പുള്ളി എന്തോ കഷ്ടപ്പെട്ടിട്ടാണ് ഓസ്ട്രേലിയ വന്നതെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ വന്ന ജേർണി പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതായത് ഞങ്ങൾ വന്ന ടൈമിൽ നമ്മൾ ജസ്റ്റ് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുത്ത് കൺവേർട്ട് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ പുള്ളിയുടെ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് ഹേർഡ് യുവർ ജേർണി, താങ്ക് ഗോഡ് ദാറ്റ് ന്യൂസിലാൻഡ് ഗവൺമെൻറ് ആൻഡ് ന്യൂസിലാൻഡ് നഴ്സിംഗ് ഓർഗനൈസേഷൻ മെയ്ഡ് ഇറ്റ് നൗ ഹാർഡ് ഫോർ നഴ്സസ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുണ്ടത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ആക്ച്വലി. അപ്പം പുള്ളി ഉദ്ദേശിക്കുന്നത് നമ്മൾ ന്യൂസിലാൻഡ് രജിസ്ട്രേഷനൊക്കെ സിമ്പിളായിട്ടാണ് എടുത്തിട്ട് വന്നത്. അപ്പം ഈ വന്നിരിക്കുന്ന നഴ്സസ് ആണെങ്കിലും ഇപ്പോൾ ഓസ്ട്രേലിയക്ക് PR വരുന്ന ആരാണെങ്കിലും അതെല്ലാവരും അവരുടെ സ്കിൽ അസസ്മെൻറ്റും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് വളരെ ഹാർഡായിട്ട് എത്രയോ വർഷങ്ങൾ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ജേർണി അവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആരുടെയും ജേർണി എന്താ പറയുന്നത് അത്ര സിമ്പിളൊന്നും അല്ല. ഈവൻ നമ്മൾ UK പോയി വർക്ക് ചെയ്ത് അവിടെ അവേഴ്സ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ പിന്നെയും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റും ന്യൂസിലാൻഡ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ കുറേ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഏജൻസികളെയൊക്കെ ഏൽപ്പിച്ചിട്ടാണ് നമ്മുടെ കോളേജിലെ രജിസ്ട്രേഷനും നമ്മുടെ ഇന്ത്യയിലുള്ള ലൈസൻസും ഒക്കെ നമ്മൾ പിന്നെയും കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ അടുത്ത് ചെയ്യുമ്പോൾ പിന്നെ അത് തന്നെ നമ്മൾ ഒത്തിരി ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്റ്റേജിലെത്തി ഇവിടെ ഈ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ രാജ്യത്ത് എത്തിയേക്കുന്നത്. അപ്പൊ എനിക്കറിയാവുന്ന കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അവര് ഓസ്ട്രേലിയയിലേക്ക് ഡയറക്റ്റ് വന്നവരുണ്ട്. അപ്പൊ അവര് എന്താണെന്ന് വെച്ചാൽ അവർ കുറെ ലക്ഷങ്ങൾ പൈസ ചിലവാക്കി. ഇവിടുത്തെ ഓസ്കി മാത്രമല്ല, അന്ന് വളരെ ഹാർഡുമായിരുന്നു ഓസ്കി എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി വന്ന പ്രോസസ്സ് അതായിരിക്കാം. ഒന്നെങ്കിൽ പുള്ളി നേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പുള്ളി നേഴ്സ് ആയിരിക്കത്തില്ല. ഓസ്ട്രേലിയ വന്ന് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം. പുള്ളി ഇത്ര വിചാരിക്കുന്നുള്ളൂ. പുള്ളി വരുന്നത് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ സിമ്പിളായിട്ടാണ് ഇതെല്ലാം പറയുന്നത്. അപ്പോൾ പുള്ളി ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്താ വന്നത്, നിങ്ങളൊക്കെ ഈസി ആയിട്ട്. അതുകൊണ്ട് ന്യൂസിലാൻഡ് ഗവൺമെന്റ് ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തല്ലോ, നിങ്ങൾ വന്ന പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തല്ലോ, താങ്ക് ഗോഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അല്ല, ഞാൻ മലയാളിയെന്നും പാരയെന്നും നമ്മൾ ഇത്ര ജീവിതത്തിൽ കേട്ടിട്ടേ ഉള്ളൂ. നമ്മുടെ അനുഭവത്തിൽ നല്ല കമന്റ് കൂടെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എന്തോ ഒരു ചിന്താഗതി ആലോചിക്കണം ആ പുള്ളിയുടെയൊക്കെ മനസ്സിൽ. അറിയാതെ പോലും ഞാൻ ആലോചിക്കുന്നത്, ഒരു വഴി പോലും പുള്ളിയുടെ അടുത്ത് അറിഞ്ഞുകൊണ്ട് ചോദിച്ചേക്കില്ല. പുള്ളിയുടെ വഴി എനിക്കിത് ചെയ്യണമെന്ന് ഞാൻ കുറേ ദിവസം കൊണ്ട് എൻ്റെ മനസ്സിൽ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അത്രയ്ക്ക് എന്നെ ഈ കമന്റ് അസ്വസ്ഥമാക്കിയായിരുന്നു. പിന്നെ ഞാൻ പോട്ടെന്ന് വെച്ചു. എന്തോ എനിക്ക് അതൊക്കെ. അതുപോലെ തന്നെ റീസെന്റ് നമ്മൾ കണ്ടാണ് നമ്മളുടെ മലയാളികൾ തന്നെ കുറെ, നമ്മുടെ സീനിയേഴ്സ് മലയാളികൾ തന്നെ കുറെ ബുദ്ധിമുട്ടുന്ന കുറെ ജൂനിയർ സ്റ്റാഫുകൾ, അതും ഇവിടെയൊക്കെ തന്നെയാണ്. നമ്മളതൊന്നും കൂടുതൽ പറയുന്നില്ല. അപ്പം കൂടുതൽ നമ്മൾ പറയുമ്പോൾ നമ്മളെ ഈ ഓസ്ട്രേലിയയിൽ ശരിക്കും താമസിക്കുന്ന നല്ലവരായ ആൾക്കാർ ചിലപ്പോൾ നമ്മളെ പഞ്ഞി കിട്ടുന്ന വെക്കും. അല്ല, ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഈ വീഡിയോയിലാണ് പറഞ്ഞത് കമ്പാരിസൺ. എന്ത് വരുന്ന വീഡിയോ, നമ്മൾ ഓസ്ട്രേലിയയിലോട്ട് വരുന്നത് ബെറ്റർ ആണെന്ന് വെച്ചാൽ അതൊരിക്കലും ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് അല്ല. അതിൻ്റെ അടിയിൽ ഞങ്ങൾക്ക് ഒത്തിരി കമന്റുകൾ വന്നു. നിങ്ങൾ ആരും വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കമന്റുകൾ വരും. അത് ഓരോരുത്തരുടെ ഒപ്പീനിയൻ ആണ്. അവരവരുടെ ജേണി ആയിരിക്കില്ല മറ്റുള്ളവരുടെ ഒരു ജേണി. അപ്പൊ അവരോട് ഒപ്പീനിയൻ അവർ ഷെയർ ചെയ്യുന്നതാണ്, അതിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ അതല്ല പറഞ്ഞത്. ഈ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഒരു കമന്റാണ് എന്നെ മെയിനായിട്ട് സ്ട്രൈക്ക് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളിയോടാണ് പറയാനുള്ളത്. ചിലപ്പോൾ ആ പുള്ളിയെ പോലെ മറ്റു പല പുള്ളികളും ഉണ്ടായിരിക്കും. പക്ഷേ ഓസ്ട്രേലിയക്ക് വരുന്ന ജേർണി ഒരിക്കലും ഈസി അല്ല.
നമ്മൾ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ജസ്റ്റ് കൺവേർട്ട് ചെയ്തതാണെങ്കിലും അതിൻ്റെ പിന്നിൽ ഒത്തിരി ഹാർഡ് വർക്ക് ഉണ്ട്, ഒത്തിരി ഡേയ്സ് ഓഫ് ഹാർഡ് വർക്ക് ഉണ്ട്. അത് നമ്മളുടെ പല ജോലിയും നമ്മളുടേതായ ഒരു ലോകവും ഉപേക്ഷിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ജേണിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെയും വന്ന് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ഉള്ളവർ രജിസ്റ്റർ ചെയ്ത് ഇവിടെയും വരുന്നത്. അപ്പം നമ്മളെയും ആക്സെപ്റ്റ് ചെയ്യുക. ഞാൻ ആലോചിക്കായിരുന്നു, മലയാളികളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് മലയാളികൾ. പക്ഷെ മലയാളികളുടെ ഇടയിൽ തന്നെ ഞാൻ കുറ്റം പറയല്ല, ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുന്നതേ ഉള്ളൂ. നമുക്ക് പാരയും, ഞാൻ നേരിട്ടിട്ടുള്ളതാണ്, എക്സ്പീരിയൻസ് നേരിട്ടുള്ളതാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ പാരയും വെക്കുന്നത് മലയാളികളാണ്. എന്താ തോന്നിയിട്ടുണ്ട്? ഇപ്പം എന്തെങ്കിലും ഒരു ജസ്റ്റ് അവർക്ക് നമ്മളെക്കാട്ടി ഒരു ഹയർ പൊസിഷൻ ആണെങ്കിൽ അവരല്ലെങ്കിൽ നമ്മുടെ ഒരു എന്തെങ്കിലുമൊക്കെ ഇതാണെങ്കിലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്, കേട്ടറിഞ്ഞിട്ടുമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഓസ്ട്രേലിയക്ക് വരാൻ വേണ്ടി ഇരുന്നപ്പോൾ നമ്മൾ കുറച്ച് പേരോടൊക്കെ ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും അവർക്ക് ഇഷ്ടമില്ല നമ്മൾ ഡൗട്ട് ചോദിക്കുന്നത്. കാരണം എന്നെപ്പോലെ പ്രോസസ്സ് ചെയ്തവരാണ്. അപ്പം നമ്മളിപ്പം വരുന്ന അതേ ജേർണി കൂടെയാണ് അവർ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമില്ലായിരുന്നു. ആദ്യം പറഞ്ഞത്, ആദ്യം ഒരു ഹായ് പറഞ്ഞ് ഹായ്ക്കൊക്കെ റിപ്ലൈ ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് കാണുമല്ലോ, നമ്മൾ കംപ്ലീറ്റ്ലി എല്ലാം നമ്മൾ പെർഫെക്റ്റ് ഒന്നുമല്ല. എന്തെങ്കിലും ഡൗട്ട് അപ്പോൾ ഓസ്ട്രേലിയയിലുള്ള ആരുടെയും നമ്മൾ ചോദിച്ചു ഇതെങ്ങനെയാ ചെയ്യുന്നത്, പിന്നെ ആൾക്കാർ റിപ്ലൈ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. എന്താണ് അതുപോലെ തന്നെ വേറെ രീതി ഇപ്പോൾ കാണുന്നതാണ്, നമ്മളിപ്പോൾ ഒരു ഓസ്ട്രേലിയൻ ജേണിയിലോട്ട് വരുമ്പോൾ നമുക്കൊക്കെ 1000 മെസ്സേജാണ് ഓരോരുത്തർ അയക്കുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇപ്പം നമുക്ക് തോന്നുന്നു നമ്മളും പെർഫെക്റ്റ് ആണോ, നമ്മൾ പക്ഷെ ഡൗട്ടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ അത് മാത്രമല്ല ഒരു കാര്യമാണ്, ഈ നമ്മളെ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളെ പറ്റി ഡൗട്ടുകൾ ചോദിച്ചുകൊണ്ട് ഓരോരുത്തർ പറയുന്നുണ്ട്. അതിനകത്ത് നമ്മൾ വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നല്ല രീതിയിൽ അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട്. അല്ലാത്ത അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്ന് സ്ട്രേറ്റ് ആയിട്ട് ഞാൻ അവരോട് പറയുന്നുമുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളോടിപ്പോൾ ചോദിച്ച് കുറേ പേര് ഇപ്പോൾ ഡൗട്ടൊക്കെ നമ്മുടെ പരിചയമൊക്കെ പുതുക്കി നമ്മുടെ ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ട് അവരോടൊരു താങ്ക്സ് പോലും പറയാതെ പോകുന്ന ആൾക്കാരും ഉണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ 1000 പേർക്ക് റിപ്ലൈ കൊടുത്തിട്ട് അവർക്ക് ഒരു ബാഡ് നെഗറ്റീവ് എഫക്റ്റ് വന്നതുകൊണ്ടായിരിക്കും അവർ പിന്നീട് റിപ്ലൈ ചെയ്യാതെ പോകുന്നത്. അപ്പൊ ജെന്യൂൻ ആയിട്ടുള്ള കുറെ ആൾക്കാർക്ക് ചിലപ്പോൾ റിപ്ലൈ കിട്ടാതെ പോയിരുന്നിരിക്കാം. അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്. മലയാളികൾ എപ്പോഴും, മലയാളികൾ മാത്രമല്ല, സ്വഭാവം കാണിക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ എൻ്റെ ജേർണിയിൽ ഞാനും ഇതുപോലെ ഡൗട്ട് ചോദിച്ച പലരും ഉണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു തരാത്തവരും ഉണ്ട്, ഹെൽപ്പ് ചെയ്തവരുണ്ട്, ഹെൽപ്പ് ചെയ്യാത്തവരുണ്ട്, ജസ്റ്റ് മെസ്സേജ് കണ്ടിട്ട് പിന്നീട് റിപ്ലൈ ചെയ്യാത്തവരും ഉണ്ട്. പിന്നെ ഇത് നമ്മൾ എന്താ പറയുന്നത്, ഉപദേശിക്കുന്ന വീഡിയോ ഒന്നുമല്ല. അപ്പോൾ ആൾക്കാരെ സഹായിക്കണം എന്ന്, അതൊരു മനുഷ്യത്വത്തിന്റെ പേരിലാണ്. ഇൻഫർമേഷൻ ആയിക്കോട്ടെ, നമ്മുടെ എങ്ങനെയാണെന്ന് ചെയ്ത് ഈ പ്രോസസ്സ് വഴി വേറെ ആൾക്കാർ വരുന്നുണ്ട്, അവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. ഇത്രയും ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലാതെ ഞങ്ങൾ ആരെയും കുറച്ച് കാണുക ഒന്നുമല്ല ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ എന്താ പറയുന്ന ആൾക്കാർക്കൊക്കെ പറഞ്ഞു കൊടുത്താൽ ആരിൽ നിന്നൊന്നും കുറഞ്ഞു പോകുന്നില്ല. അപ്പം വീണ്ടും അതായത് നമ്മൾ വന്നതുകൊണ്ടും അവരിൽ നിന്നും ഒന്നും കുറഞ്ഞു പോകുന്നില്ല. എന്താ പറയുന്നത്, ഈ ഭൂമിയും എല്ലാം വിശാലമാണ്, ആർക്ക് വേണം താമസിക്കാൻ പറ്റുന്നതാണ്. അല്ലാതെ ഞങ്ങൾ വന്നതുകൊണ്ട് ആ ചേട്ടന് വിഷമമുണ്ടോ എന്ന് സ്റ്റിൽ എനിക്കറിയത്തില്ല. ചേട്ടന് ചിന്താഗതികളൊക്കെ ഒന്ന് മാറ്റുന്നത് നല്ലതായിരിക്കും. എനിക്കറിയാം, എന്നെ ഇപ്പോഴും അത് ഭയങ്കരമായിട്ട്, ഞാൻ ഒരിക്കലും ജീവിതത്തിൽ കണ്ടുമുട്ടല്ലെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. നമ്മളല്ല ആഗ്രഹിക്കുന്നത്, ആ പുള്ളിയായിരിക്കും ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ നമ്മളെ വീഡിയോയിലൂടെ നമ്മുടെ ഫേസ് അറിയാമല്ലോ. അപ്പൊ ആ പുള്ളിക്കാർക്ക് ചിലപ്പോൾ ആഗ്രഹമുള്ളത് നമ്മളെപ്പോലുള്ള വലിഞ്ഞുകേറി വന്നവരൊന്നും കാണണ്ടെന്ന് പുള്ളിയായിരിക്കും ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ പുള്ളി ചിലപ്പോൾ ഇവിടെ ഹൈ സ്റ്റാറ്റസ്, ലോ സ്റ്റാറ്റസ്, മിഡിൽ സ്റ്റാറ്റസ് അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ അങ്ങനെ ഈ രാജ്യം എന്തൊക്കെയാണ് നമ്മൾ ഒരു ആൾക്കാർക്ക് വരാൻ വേണ്ടി ഉദ്ദേശിക്കും, എന്തൊക്കെയാണ് പ്രോസസ്സ്, അതുകൂടി എല്ലാമാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇല്ലീഗലായിട്ടോ ഒന്നുമല്ല വന്നേക്കുന്നത്. അത് വലിയ പ്രോസസ്സിലൂടെയാണ് ഇങ്ങോട്ട് എത്തിയത്. അതെ. അപ്പൊ ഇതൊക്കെയായിരുന്നു ഈ പറയാൻ വേണ്ടി മാത്രമാണ്. ഇത് ജസ്റ്റ് ഇത് വേണേ കാണേണ്ടവർക്ക് കാണാം, ഇതാരും നിർബന്ധിക്കുന്നൊന്നുമില്ല. ഇത് ജസ്റ്റ് ഇത്ര ഒന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളായിരുന്നു. എനിക്ക് ചെയ്യാൻ മനസ്സമാധാനം കിട്ടത്തില്ല. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്, ബൈ.